കുമാർ, കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി വീണ്ടും മത്സരിക്കുക വഴി ദേശീയ ശ്രദ്ധയിലേക്ക് എത്തുകയാണ്. അപ്പോൾ ഇത്തവണ മത്സരിക്കാനില്ല എന്ന നിലപാട് പരസ്യമായി സ്വീകരിച്ച ശ്രീ കെ സുരേന്ദ്രനെ തന്നെ സ്ഥാനാർത്ഥിയാക്കുന്നതിലൂടെ വയനാട്ടിൽ BJP ലക്ഷ്യമിടുന്നത് എന്താണ് വിജയകുമാർ? ഹാഷ്മി, ഇതിലൊരു രാഷ്ട്രീയ കൗതുകമുള്ളത് കഴിഞ്ഞ 2 ദിവസം മുമ്പാണ് വാരണാസിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ നേരിടാൻ അവിടുത്തെ ഉത്തർപ്രദേശിലെ പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷൻ അജയ് റായിയുടെ പേര് കോൺഗ്രസ് തീരുമാനിക്കുകയും അജയ് റായിയെ വാരണാസിയിൽ നരേന്ദ്രമോദിക്കെതിരെ മത്സരിപ്പിക്കാൻ തീരുമാനിക്കുകയും ചെയ്തത്. 2 ദിവസം മുമ്പാണ് ആ സ്ഥാനാർത്ഥി പട്ടിക UP-യിലേതടക്കം പുറത്തു വന്നത്. അതിന് പിന്നാലെ BJP അവരുടെ 4ാം പട്ടിക പുറത്തുവിടുമ്പോൾ അതിൽ വയനാട്ടിൽ രാഹുൽ ഗാന്ധിയെ നേരിടാൻ കേരളത്തിലെ BJP-യുടെ സംസ്ഥാന അധ്യക്ഷനെ തന്നെ ഇറക്കുന്നു എന്നത്, അവിടെ UP-യിൽ മോദിയെ നേരിടാൻ അവിടുത്തെ കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റിനെ ഇറക്കുന്നത് പോലെ ഇവിടെ രാഹുൽ ഗാന്ധിയെ നേരിടാൻ ഇവിടുത്തെ BJP-യുടെ സംസ്ഥാന അധ്യക്ഷനെ ഇറക്കുന്നു എന്നതൊരു രാഷ്ട്രീയ ഒരു പകരത്തിന് പകരം എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാവുന്ന തരത്തിലുള്ള ഒരു കൗതുകം അതിൽ ഞാൻ കാണുന്നുണ്ട്. മറ്റൊന്ന്, സംസ്ഥാന BJP ഘടകത്തിന് ഇപ്പോൾ രാഹുൽ ഗാന്ധിയൊക്കെ മത്സരിക്കുന്ന കേരളത്തിൽ എല്ലാ മണ്ഡലങ്ങളിലും ഓടി നടന്ന് പ്രചാരണം നടത്താനും അതിന്റെ നിയന്ത്രണം ചുക്കാൻ പിടിക്കാനും ഒക്കെ സുരേന്ദ്രൻ സംസ്ഥാന പ്രസിഡന്റ് മാറി നിൽക്കണം എന്നതായിരുന്നു പൊതുവായ തീരുമാനം. കെ സുരേന്ദ്രൻ ഒരിക്കലും അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പ് മത്സരിക്കുമെന്ന് പറഞ്ഞിരുന്നില്ല. അദ്ദേഹത്തിന് താല്പര്യമില്ല, അദ്ദേഹം മാറി നിൽക്കുകയാണ് നല്ലത് എന്നത് അദ്ദേഹം പറയുകയും അദ്ദേഹത്തിന്റെ നേതാക്കൾ വഴി ഡൽഹിയിൽ അറിയിക്കുകയും ഒക്കെ ചെയ്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ മത്സര രംഗത്ത് മാറി നിൽക്കുകയും പ്രചാരണ പ്രവർത്തനങ്ങളൊക്കെയായി മാറി എല്ലാ മണ്ഡലങ്ങളിലും പോവുക, അതൊക്കെയായിരുന്നു കെ സുരേന്ദ്രൻ തീരുമാനിച്ചത്. പക്ഷേ അതൊക്കെ മാറ്റിക്കൊണ്ട്, അല്ലെങ്കിൽ കേന്ദ്ര നേതൃത്വം, ദേശീയ നേതൃത്വം ഒരു തീരുമാനമെടുക്കുകയാണ് സുരേന്ദ്രൻ വയനാട്ടിൽ മത്സരിക്കണമെന്ന്. അതുകൊണ്ട് ഇക്കാര്യത്തിൽ അന്തിമമായ തീരുമാനം BJP-യുടെ നാഷണൽ ലീഡർഷിപ്പ് തന്നെയാണ്. അക്കാര്യത്തിൽ സ്റ്റേറ്റ് ഘടകത്തിന് വലിയ റോളില്ല എന്നതുകൂടി ഇതിൽ വ്യക്തമാകുന്നുണ്ട്. നേരത്തെ ശ്രീകാന്ത് പറഞ്ഞ പോലെ KS രാധാകൃഷ്ണനും ഇത്തവണ മത്സരിക്കാനില്ല എന്ന് തീരുമാനിച്ചു. നേരത്തെ എറണാകുളത്ത് അദ്ദേഹത്തിന്റെ പേര് ഉയർന്നു വന്ന സമയത്ത് അദ്ദേഹം തന്നെ മത്സരരംഗത്തേക്കില്ല, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാം, തൃപ്പൂണിത്തറയിൽ ശ്രദ്ധിക്കാം എന്നതൊക്കെയായിരുന്നു അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടാവുകയും അദ്ദേഹം പ്രവർത്തകരോടൊക്കെ പറയുകയും ചെയ്തു. പക്ഷേ അവിടെയും BJP-യുടെ കേന്ദ്ര നേതൃത്വം ഒരു തീരുമാനമെടുത്തു. പക്ഷേ ഇതിൽ ഏറ്റവും പ്രധാനം വയനാട്ടിലെ തന്നെയാണ്. വയനാട്ടിലെ മത്സരത്തിന് രാഹുൽ ഗാന്ധി വരുമ്പോൾ ഏകപക്ഷീയമാകാതിരിക്കുക, അല്ലെങ്കിൽ അവിടെ BJP-യുടെ അത് പോയ തെരഞ്ഞെടുപ്പിൽ ആകേണ്ടിയിരുന്നില്ലേ വിജയകുമാർ? ഇപ്പൊ നേരത്തെ അജയ് റായുടെ, പക്ഷേ അജയ് റായ് 2014-ലും 2019-ലും വാരണാസിയിൽ മോഡിക്കെതിരെ മത്സരിച്ച ആളാണ്. അതുകൊണ്ട് അജയ് റായ് അവിടെ വീണ്ടും വരുന്നത് എന്തെങ്കിലും പുതുമയുണ്ടോ? അപ്പൊ ഇവിടെ കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധി ആദ്യമായിട്ട് ഇവിടേക്ക് വരികയും ദേശീയ ശ്രദ്ധ വല്ലാത്ത തോതിൽ വയനാട്ടിലേക്ക് കേന്ദ്രീകരിക്കുന്ന സമയത്ത് അത് BDS-ന്റെ കയ്യിൽ തന്നെയായിരുന്നു. ഇക്കുറി കെ സുരേന്ദ്രനെ ഇറക്കുന്നതിലൂടെ BJP മത്സരം കടുപ്പിക്കുക എന്ന ലക്ഷ്യമുണ്ടോ BJP-ക്ക്? അന്ന് BDJS-നെ ഇറക്കുമ്പോൾ BDJS എന്നത് രൂപീകൃതമായ ആ സമയത്തെ പ്രധാന പാർട്ടിയാണ്. അദ്ദേഹം പ്രതിദാനം ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടി ഒരു സമുദായത്തിന്റെ പിൻബലമുള്ള ഒരു പാർട്ടിയാണ്. ആ ഒരു പുതുമ എന്നത് അവിടെ ഒരു ഘടകം കൂടിയായിരുന്നു. BDJS-ന്റെ സംസ്ഥാന പ്രസിഡന്റ് അവിടെ മത്സരിക്കുക എന്നത് ആ തരത്തിൽ BDJS അവിടെ മത്സരിക്കാൻ അങ്ങോട്ട് തന്നെ സന്നദ്ധത അറിയിക്കുകയും ചെയ്തതാണ്. രാഹുൽ ഗാന്ധിക്കെതിരെ മത്സരിക്കാം തുഷാർ വെള്ളാപ്പള്ളി എന്നത് അങ്ങോട്ട് തന്നെ തീരുമാനമെടുക്കുകയും ഒക്കെ അറിയിക്കുകയും ഒക്കെ ചെയ്തതാണ്. ഒരു തരത്തിൽ പറഞ്ഞാൽ അത് ഒരു സംസ്ഥാന ഒരു പാർട്ടിയുടെ NDA-യിലെ ഒരു ഘടകകക്ഷിയുടെ സംസ്ഥാന പ്രസിഡന്റിനെ തന്നെ അവിടെ മത്സരിച്ചു. കഴിഞ്ഞ തവണ എന്തുകൊണ്ട് വയനാട്ടിൽ സുരേന്ദ്രൻ മത്സരിച്ചില്ല എന്ന ചോദ്യത്തിന് വലിയ പ്രസക്തി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം പത്തനംതിട്ട പോലെ BJP-യെ സംബന്ധിച്ച് ശബരിമലയിൽ സമരം നടത്തിയ, ശബരിമല വിഷയത്തിൽ സമരം മുന്നിൽ നയിച്ച ഒരാൾ, ആ സമരത്തിന്റെ കേന്ദ്രമായ ഒരിടത്ത് മത്സരിക്കാനുള്ളതായിരുന്നു BJP-യുടെ തീരുമാനം. സുരേന്ദ്രന്റെ ആ തീരുമാനം ശരിവെക്കുന്ന തരത്തിൽ അവിടെ BJP-യിലേക്ക് വോട്ടുകൾ എത്തുകയും ചെയ്തു. LDF-ഉം 2ാം സ്ഥാനം 3ാം സ്ഥാനവും 2ാം സ്ഥാനവും തമ്മിൽ കുറഞ്ഞ വോട്ടുകളുടെ വ്യത്യാസമേ ഉണ്ടായിരുന്നുള്ളൂ. തന്നെയുമല്ല UDF സ്ഥാനാർത്ഥിയുടെ ഭൂരിപക്ഷം കുറയാനൊക്കെ കാരണമായത് അവിടെ BJP സ്ഥാനാർത്ഥി പിടിച്ച വോട്ട് തന്നെയാണ്. അപ്പോൾ ആ തീരുമാനം എന്നത് അതായിരുന്നു ആ സമയത്ത് ഏറ്റവും ഉചിതമായ തീരുമാനം. സുരേന്ദ്രൻ തന്നെയായിരുന്നു പത്തനംതിട്ടയിൽ ആ സമയത്ത് ഏറ്റവും ഉചിതമായ സ്ഥാനാർത്ഥി. അതാണ് BJP അവിടെ നിർത്തിയത്. എന്തുകൊണ്ട് വയനാട്ടിൽ അദ്ദേഹം അന്ന് മത്സരിച്ചില്ല എന്നത് BJP-യുടെ ഇപ്പോഴത്തെ തീരുമാനമാണ്. സുരേന്ദ്രൻ ഇത്തവണ അവിടെ മത്സരിക്കുക എന്നത് ആ മട്ടിൽ മാത്രമേ അതിന് കാണാൻ കഴിയൂ എന്നാണ് എനിക്ക് തോന്നുന്നത്.